ആട്ടും പാല് ഉറുമ്പിൻ്റെ കൂട്ടിൽ കൊണ്ടുവെക്കണം, അല്ലെങ്കിൽ ഉറുമ്പിൻ്റെ കൂട് ആട്ടും പാലിലേക്ക് ഇടണം. അപ്പം തിളപ്പിച്ച് 30 ഡിഗ്രിയിലേക്ക് അതിൻ്റെ ചൂടിനെ കുറച്ച് കൊണ്ടുവന്ന് അതിലേക്കാണ് ഇത് ചെയ്യേണ്ടത്. ശ്രീ സ്വാമി വൈദ്യ ഗുരുകുലം അല്ലെങ്കിൽ പെരുമ്പാവൂർ ഗുരുകുലത്തിലെ കീർത്തികുമാർ അല്ലെങ്കിൽ ഗുരുക്കൾ, അദ്ദേഹമാണെന്ന് നമ്മളുടെ അതിഥി. സോ വെൽക്കം. നമസ്കാരം. ആംബുലൻസിലും അല്ലെങ്കിൽ അലോപ്പതി കൈയൊഴിഞ്ഞ കേസുകളൊക്കെ കിടന്നു വരുന്ന രോഗികൾ നിമിഷ നേരം കൊണ്ട് എഴുന്നേറ്റ് നടക്കുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് പെരുമ്പാവൂർ ഗുരുകുലത്തിൽ. എന്താണ് ഇതിന് പിന്നിൽ? അത്ഭുതമൊന്നുമല്ല, മാജിക്കും അല്ല. ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. ചികിത്സ ഒരിക്കലും ഒരു അത്ഭുതം കാണിക്കുന്ന ഒരു രീതിയല്ല. നമ്മുടെ ഈ ചോദ്യത്തിനകത്ത് അതിശയോക്തിയോടെയാണ് ആ ചോദ്യം വരുന്നത്. കാരണം ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസ് ആണെങ്കിലും അവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ അത്ഭുതം തന്നെയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ലാമിനക്ടോമി സർജറി, ഈ പാട് കാണുമ്പോൾ പ്രേക്ഷകർക്ക് ചോദിക്കാറുണ്ട് എന്താണ്, അതായത് C4 C5 ഡിസ്ക് ബൾജ് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്ത് ഒരു 1-2 മാസം ഞാൻ ഈ വശം തളർന്നു പോയതിന് ശേഷം ഓപ്പറേറ്റ് ചെയ്ത ഒരാളാണ്. സെയിം അനുഭവമുള്ള മറ്റൊരു 5-6 പേരെ ഞാൻ കാണുകയുണ്ടായി. അവരെന്നോട് ചോദിച്ചത് എന്തിനാണ് ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറിക്ക് പോയത്, പെരുമ്പാവൂർ ഗുരുകുലത്തിൽ പോയാൽ പോരായിരുന്നു എന്ന് 2 വർഷം മുന്നേ എന്നോട് ചോദിച്ചു. അന്ന് മുതൽ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് വീഡിയോസും അല്ലെങ്കിൽ പേജിലാണെങ്കിലും ഇങ്ങനെയുള്ള അത്ഭുതങ്ങളുടെ കഥകളാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ സാർ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഈ സുഖപ്പെട്ടതിനെ കുറിച്ച് അന്വേഷിക്കത്തില്ല. എൻ്റെ കൗതുകം സുഖപ്പെടാതെ പോയതിനെ കുറിച്ചാണ്. നമുക്ക് 100 പേരെ ചികിത്സിച്ചാൽ കുറച്ച് പേരൊക്കെ സുഖപ്പെടാതെ പോകും. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് എപ്പോഴും എൻ്റെ അന്വേഷണവും പഠനവും. എന്തുകൊണ്ടാണ്? അത് ഓരോ സമയത്തും ഇതിൻ്റെ ഉത്തരം വ്യത്യസ്തമാണ്. ഒരു ഉദാഹരണത്തിന്, നമ്മളൊരു അറിവ് പ്രയോഗിക്കുമ്പോൾ കൂട്ടായ്മയുടെയും യുക്തിയും ശാസ്ത്രവും ഒക്കെ ചേർത്ത് ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഇതുകൊണ്ടാണ് ഞങ്ങൾ വിജയിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, തിരുവനന്തപുരത്തുനിന്ന് ഒരു പ്രായം ചെന്ന ഏകദേശം 70 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തി ഗുരുകുലത്തിൽ വന്ന് അഡ്മിറ്റായി. അദ്ദേഹത്തിൻ്റെ പ്രശ്നം കടുത്ത നടുവേദനയും ഒപ്പം വൻകുടലിലൊരു വീക്കമുണ്ട്. ഈ വൻകുടലിലെ വീക്കം ക്യാൻസറിൻ്റെ തുടക്കമാണ് എന്ന് കണ്ടുപിടിച്ചു. പക്ഷേ രണ്ടാമത്തെ ഒരു സ്ഥലത്ത് അവർ അഭിപ്രായമെടുത്തപ്പോൾ അത് ക്യാൻസർ അല്ല. മക്കളൊക്കെ വിദേശത്തുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നടുവേദന മാറ്റണം. അദ്ദേഹത്തിനെ ഇവിടേക്ക് വിട്ടത് ഇതേപോലെ മുമ്പ് ചികിത്സിച്ച് സുഖപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ ചികിത്സിച്ച് സുഖപ്പെട്ട വ്യക്തിയെ ഞാൻ അറിയത്തില്ല. അപ്പോൾ ഇദ്ദേഹം വന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ നടുവേദന മാറണമെങ്കിൽ ഈ കുടലിൻ്റെ വീക്കം മാറണം. അപ്പം ഈ അവസ്ഥയിലുള്ള ഒരാൾക്ക് കൊടുക്കാനുള്ള ഒരു പാരമ്പര്യ വഴിക്ക് കേട്ട് അറിഞ്ഞിട്ടുള്ള ഒരു മരുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ദിവസമേ ഇദ്ദേഹത്തിൻ്റെ അടുത്തുള്ളൂ. ആ മരുന്ന് ആട്ടും പാല് ഉറുമ്പിൻ്റെ കൂട്ടിൽ കൊണ്ടുവെക്കണം, അല്ലെങ്കിൽ ഉറുമ്പിൻ്റെ കൂട് ആട്ടും പാലിലേക്ക് ഇടണം. അപ്പം തിളപ്പിച്ച് 30 ഡിഗ്രിയിലേക്ക് അതിൻ്റെ ചൂടിനെ കുറച്ച് കൊണ്ടുവന്ന് അതിലേക്കാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് എടുക്കുമ്പോൾ ഈ പാല് പിരിയും. ഈ പാല് പിരിഞ്ഞ് അത് ഈ ഉറുമ്പിനെയും കൂടെ ചേർത്ത് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്തിട്ട് ഇതാണ് നമ്മൾ, ആ മോരാണ് ഈ വ്യക്തിക്ക് കൊടുക്കേണ്ടത്. അപ്പം പറഞ്ഞു കേട്ട ഉപദേശം കിട്ടിയ അതനുസരിച്ച് 7 ദിവസം കൊണ്ട് ഈ വീക്കം മാറണം. പക്ഷേ ഞങ്ങളിത് ചെയ്യുമ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. അപ്പോൾ ഗുരുകുലത്തിലൊരു മേരി എന്ന് വിളിക്കുന്ന ഒരു കുട്ടിയുണ്ട്.
ബയോടെക്നോളജി, ഒരു കളരിയിലെ വിദ്യാർത്ഥിയാണ്. ബയോടെക്നോളജി ഇവിടെ കാലടി കോളേജിൽ പഠിക്കുകയാണ്. MSc വിദ്യാർത്ഥിയാണ്. മേരി പറഞ്ഞു, ഇത് നമുക്കൊന്ന് ലാബിൽ പരിശോധിക്കണം, അല്ലാതെ നമ്മൾ ചെയ്യരുത്. ഞാൻ ചോദിച്ചു, അതെന്താ? നമുക്കതൊന്ന് നോക്കാം. അങ്ങനെ ഇത് ലാബിൽ ഞങ്ങൾ പരിശോധിച്ചു. അപ്പോൾ അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഇത് കൊടുക്കാൻ പാടില്ല, കൊടുത്തിരുന്നെങ്കിൽ അപകടമാണ്. മനുഷ്യ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ചില സൂക്ഷ്മ ജീവികളുടെ സാന്നിധ്യം ഇതിനകത്ത് വന്നു. അപ്പോൾ എനിക്കിത് കൗതുകമായി. പിന്നെ എങ്ങനെ ഇതൊരു മരുന്നായി മാറി? ഇതും കൊടുത്തില്ല. പക്ഷെ ഇതേ പ്രശ്നവുമായിട്ട് വന്ന മറ്റൊരാൾക്ക് ഇത് കൊടുത്തു, അത് റിസൾട്ടും കിട്ടി. അതെങ്ങനെയാണ് ചെയ്തത്? ഇത് എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഈ സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം എന്ന് പഠിച്ചു. അതിൻ്റെ കാരണം സ്വാഭാവികമായിട്ടും ഉറുമ്പിൻ്റെ അകത്ത് കൂട്ടിൽ വെച്ചാൽ ഇതുണ്ടാകും. ഒപ്പം നമ്മൾ വളർത്തുന്ന നാടൻ പശുവിൻ്റെ പാലിനകത്തും ഇത് വരും. അല്ല, സയൻസ് പറയുന്നുണ്ടല്ലോ ഉറുമ്പുകളിൽ ഫോർമിക് ആസിഡ് ഉണ്ട്, കണ്ണിന് നല്ലതാണെന്നൊക്കെ. അതെ, ആ വഴി ഏതെങ്കിലും ആണോ? ഇത് അതുകൊണ്ടല്ല. അപ്പൊ ഇതിനകത്ത് അപകടകരമായ സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പം ഞാൻ വീണ്ടും ഈ പഴയ അറിവുകളും അത് കിട്ടിയ വഴിയിലേക്കൊക്കെ ഒന്ന് സഞ്ചരിച്ചു. അപ്പോഴാണ് അവിടെ വിട്ടുപോയ ഒരു കണ്ണി പൂരിപ്പിച്ചത്. ഇത് 9 പ്രാവശ്യം ആവർത്തിക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു മോരതിനകത്തുണ്ടാക്കി ആ മോര് ഉപയോഗിച്ച് വീണ്ടും പാലിനകത്ത് ഉറയൊഴിച്ച് അങ്ങനെ 9 പ്രാവശ്യം ആവർത്തിച്ച് ഏകദേശം 18 ദിവസം എടുക്കും അതിന്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന മോര് സുരക്ഷിതമാണ്. അപ്പം നമുക്ക് ഒരു കാര്യം പരാജയപ്പെടുമ്പോഴാണ് അതിനകത്തുനിന്ന് പഠിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ സംഭവത്തിൽ ഈ കൂട്ടായ്മയുണ്ട്. പാല് ഇത് പരിശോധിക്കാൻ വേണ്ടി പാല് എടുക്കുമ്പോൾ കറന്നുടനെ ഉള്ള പാല് ചൂടാക്കണം എന്ന് ഒരു വ്യവസ്ഥയുണ്ട്. അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുൾപ്പെടെ ഒരു 8 പേരുടെ പരിശ്രമമാണ് ഇത്തരം ഒരു അതായത് നമ്മുടെ ഒരു കേട്ടുകേൾവി ഒരു പ്രയോഗത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ മാത്രമല്ല, പരാജയപ്പെടുന്നിടത്തു നിന്നാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാ പെട്ടു എന്ന് പറയാം. അതെ, 100 പേരെ നമ്മൾ ചികിത്സിച്ച് സുഖപ്പെടുത്തിയിട്ടുണ്ട്, അത്ഭുതം എന്നൊക്കെ പറയും. ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ അത് കഴിഞ്ഞു. അതിൻ്റെ കാരണമുണ്ട്. ഞാനൊരു വൈദ്യനോ ഡോക്ടറോ അല്ല. പിന്നെ ആരാണ് ഗുരുക്കൾ? എവിടെ നിന്നാണ് ഈ ഇതൊക്കെ പഠിച്ചത്? ഇപ്പോൾ എന്നെ അനുപമ വിളിച്ചത് ആ വാക്ക് ഗുരുക്കളെ എന്നാണ്. ആ വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗുരു എന്ന് നമ്മൾ സാധാരണ വിളിക്കാറുണ്ട്. ഗുരുജിന്നോ ഒന്നും അല്ല വിളിച്ചത്, ഗുരുക്കളെ എന്നാണ് വിളിച്ചത്. ആ വിളിക്കൊരു പ്രത്യേകത ഉള്ളത്, അത് എന്നെ വിളിക്കുന്ന വിളിയല്ല. എൻ്റെ പുറകിൽ നിൽക്കുന്ന കുറേ പേരുണ്ട്. ബഹുവചനമാണ്. എനിക്കുള്ള വിളിയേ അല്ല, എൻ്റെ പുറകിൽ നിൽക്കുന്നവരെയാണ് ആ വിളിക്കുന്നത്. അപ്പം ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇതൊന്നും എന്തല്ല എന്നേ എനിക്ക് പറയാൻ പറ്റൂ. ഞാനൊരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിലാണ് ജനിച്ചത്. കൊല്ലം ജില്ലയിലെ ചവറ എന്ന് പറയുന്ന സ്ഥലത്ത് തട്ടാശ്ശേരി, അതാണ് ഞങ്ങളുടെ കുടുംബം. ഇപ്പോഴും ആ കുടുംബത്തിൻ്റെ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ പഴയ അങ്ങാടിക്കടയും വൈദ്യശാലയും ഒക്കെ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്തായിട്ടുണ്ട്. യാദൃച്ഛികമായിട്ട് എൻ്റെ അച്ഛനും റിട്ടയർമെൻറ്റിന് ശേഷം ഒരു മരുന്ന് കടയിലൊക്കെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാരമ്പര്യം എൻ്റെ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അസ്തമിച്ചു പോയി. പക്ഷേ ഈ അറിവുകൾ പല രീതിയിൽ നമ്മുടെ കയ്യിലേക്ക് വരും. ഇതിനെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനുള്ള ശേഷി തന്നത് പിന്നെ നിരവധി ഗുരുക്കന്മാരാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഞാൻ ആരാണ് എന്നുള്ളതല്ല, ഞാൻ എന്ത് ചെയ്യുന്നു എന്നതിനുള്ളതിനാണ് പ്രസക്തി. ഇതിൻ്റെ അടിസ്ഥാനം കളരിപ്പയറ്റ. നമ്മൾ ചെയ്യുന്ന ഈ ചികിത്സകളുടെ അടിസ്ഥാനം കളരിപ്പയറ്റ. ഈ മർമ്മ ചികിത്സ എന്ന് പറയുന്നതൊക്കെ കളരിയുമായി ബന്ധപ്പെട്ടതാണെന്ന് കേട്ടിട്ടുണ്ട്.
ഈ കളരിപ്പയറ്റിൻ്റെ അടിസ്ഥാനം എന്താണ്? അത് തന്ത്രശാസ്ത്രമാണ്. ഇതിൻ്റെ എല്ലാം അവസാനം എത്തുന്നത് അവിടേക്കാണ്. തന്ത്രമാണ് ഇതിൻ്റെ അടിസ്ഥാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ ശരീരത്തിനെ വീക്ഷിക്കാൻ സാധിക്കണം. അവിടെ 3 ശബ്ദമുണ്ട്: യന്ത്രം, തന്ത്രം, മന്ത്രം. മനുഷ്യ ശരീരം എന്ന് നമ്മൾ വിളിക്കുന്നത് ഒരു യന്ത്രമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഭാവന. അതിനെ ശ്രീയന്ത്രമെന്നും മേരുയന്ത്രമെന്നും മേരുചക്രമെന്നും ഒക്കെ. 9 പടികളുള്ള ഈ ശ്രീയന്ത്രം തന്നെയാണ് മനുഷ്യ ശരീരം. അതാണോ ഈ ചക്ര എന്ന് പറയുന്നത്? അതെ, ഈ പലതരത്തിലുള്ള ചക്രങ്ങളുണ്ട്. ഇത് ശ്രീചക്രം എന്ന് വിളിക്കുന്ന അത് തന്നെയാണ് മനുഷ്യ ശരീരം. ഇതിൻ്റെ ഈ മനുഷ്യ ശരീരത്തിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ള അറിവാണ് ഇവിടെ പറയുന്ന തന്ത്രം. അതിനുപയോഗിക്കുന്ന, അതിലേക്കുള്ള നമ്മുടെ മാറാതെ നമ്മുടെ ശ്രദ്ധ അതിൽ തന്നെ നിൽക്കണം. അതിന് ഉപയോഗിക്കുന്ന പദ്ധതി എന്താണോ അതാണ് ഇവിടുത്തെ മന്ത്രം. കേവലം ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ബീജാക്ഷരങ്ങളെയൊക്കെ ഉപയോഗിക്കുന്നത് മാത്രമല്ല മന്ത്രം. മറിച്ച് ഈ കാര്യം ചെയ്യുവാൻ, അതായത് മനുഷ്യ ശരീരമാകുന്ന യന്ത്രത്തിലേക്ക് നിരന്തരമായ ശ്രദ്ധയോടുകൂടി നോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്താണോ അതാണ് മന്ത്രം. ഇതാണ് ഈ ചികിത്സയുടെ അടിസ്ഥാനം. പക്ഷേ നമ്മൾ പറയും, ഇപ്പോൾ ഒരു സ്കാനിങ് റിപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ഡയഗ്നോസിങ് എന്തൊരു സർട്ടിഫിക്കറ്റ് ഒന്നുമില്ലാതെയാണ് ഗുരുക്കൾ ഈ ഒരു റിസ്ക് ഏറ്റെടുക്കുന്നത്. അപ്പോൾ അത് ഹെവി റിസ്ക് തന്നെയല്ലേ? അല്ല, എന്തുകൊണ്ട് ഇത് റിസ്ക് അല്ല എന്ന് പറഞ്ഞാൽ, ഈ റിസ്ക് ഒക്കെ എൻ്റെ ഒപ്പം നിൽക്കുന്നവരിൽ ആണ്. ഞാൻ പറയുന്ന ഒരു കാര്യം അത് അതേപടി അങ്ങ് അപ്ലൈ ചെയ്യുന്നതല്ല. ഒരു കൂട്ടം വിദഗ്ധരായ ആൾക്കാർ അത് പരിശോധിച്ച് നോക്കും. ഫിസിയോതെറാപ്പിസ്റ്റ് അടക്കം അവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പാല് പുളിപ്പിച്ചപ്പം തന്നെ നമുക്ക് അപായ സൂചന തന്നവർ മുതലുണ്ട്. ഇപ്പം എനിക്കിത് എക്സ്റേ പരിശോധിക്കാനോ അല്ലെങ്കിൽ MRI സ്കാൻ പരിശോധിക്കാനോ ഒന്നും ഉള്ള അറിവ് എനിക്കില്ല, അല്ലെങ്കിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ വന്നാൽ ആ വ്യക്തി, ഒരു പട്ടി എങ്ങനെയാണ് മനുഷ്യനെ കാണുന്നത്? ഞാൻ അനുപമയെ കാണുന്നത് പോലെയല്ല എൻ്റെ അടുത്തൊരു പട്ടി ഇരുന്ന് ഇപ്പം കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെയും ഉള്ളിൽ വരുന്ന അരൂപത്തിന് വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു മനുഷ്യനെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അത് ഈ 9 തത്വങ്ങളായിട്ടാണ്. ബിന്ദു മുതൽ ത്രൈലോക്യമോഹനം എന്ന് വിളിക്കുന്ന 9 തട്ടുകളായിട്ടാണ് കാണുന്നത്. ഇതാണ് നമ്മളുടെ അതിനെ ദർശനം എന്ന് പറയും. അടുത്തത് സ്പർശനത്തിലൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാകും. പിന്നെ പ്രശ്നമുണ്ട്. ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് മാത്രമല്ല, അവർ പറയുന്നത് കേൾക്കണം. എന്താണ് അവരുടെ പ്രശ്നം എന്ന് അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. കേൾക്കുമ്പോൾ ഒരു വക്കീലിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുകയാണ്. നമ്മളൊരു വലിയ ഒരു പ്രതിസന്ധി, നിയമപരമായൊരു പ്രതിസന്ധി നേരിടുമ്പോൾ നമ്മൾ വലിയൊരു സംഭവം ആയിട്ട് നമ്മൾ പേടിച്ച്, ഉദാഹരണത്തിന് നമ്മുടെ വാഹനം എവിടെയെങ്കിലും ഒന്ന് തട്ടി, ഒരാൾ മരണപ്പെട്ടു, അപ്പോൾ അവിടെ ഒരു വലിയ ബഹളമൊക്കെ ഉണ്ടായി. ഇവിടുന്ന് നമ്മൾ ഒരു വക്കീലിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. വക്കീലിൻ്റെ അടുത്തേക്ക് ഓടുമ്പോൾ നമ്മൾ വലിയ, അതായത് നമ്മുടെ കയ്യിൽ നിന്നൊരു മരണം സംഭവിച്ചിരിക്കുകയാണ്. ഇതൊരു വലിയ, അപ്പോൾ ആരെങ്കിലും നമ്മുടെ അടുത്തിരിക്കുന്നവരൊക്കെ നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ടാവും, ഇപ്പം നിങ്ങളെ തൂക്കിക്കൊല്ലും. അപ്പം യഥാർത്ഥത്തിൽ വക്കീൽ നമ്മുടെ ഈ ആശങ്കകളും ആകുലതകളും ഒന്നുമല്ല. വക്കീൽ ചോദിക്കും, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ?
നിയമവശങ്ങളാണ്. ഇൻഷുറൻസ് ഉണ്ടോ, ഒരു 2-3 ചോദ്യങ്ങൾ ചോദിക്കും. നമ്മൾ പറയുന്ന ഒന്നും ചിലപ്പം കേൾക്കത്തില്ല. അതെ. വക്കീൽ പറയും ഞാൻ നോക്കിക്കോളാം, പേടിക്കണ്ട. അവിടെ തീർന്നു പ്രശ്നം. അതെ. വ്യക്തി പറയുമ്പോൾ അത് കേൾക്കണം, അതിനകത്ത് ഉത്തരം ഉണ്ടാവും. ഇതാണ് പ്രശ്നം. ഇങ്ങനെയാണ് നമ്മളുടെ നിദാനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നത്. അപ്പോൾ പലപ്പോഴും അവർ ഒരു മല പോലെ പറഞ്ഞുകൊണ്ടുവരുന്ന കാര്യം ഒരു കടുകുമണി പോലെ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റും. ഉദാഹരണത്തിന് ഫൈബ്രോമയാൾജിയ എന്നൊരു പേര് ഞാൻ ആദ്യം കേൾക്കുക. ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പം ഇങ്ങനൊരു പേര് ഞാൻ ആദ്യം കേൾക്കുകയാണ്. ഒരു കുട്ടി വന്ന് നിൽക്കുകയാണ്. എന്തായിരുന്നു സിംറ്റംസ് ഒക്കെ? എന്താ ഫൈബ്രോമയാൾജിയുടെ? ശരീരം മുഴുവൻ വേദനയാണ്. വേദന. അത് ഇങ്ങനെ ഒരു പതുപതുത്ത കസേരയിൽ ഇരിക്കാൻ പോലും പറ്റാത്ത, നമുക്ക് ഇരിക്കുന്ന നമ്മുടെ പൃഷ്ഠത്തിൻ്റെ ഭാഗമുണ്ട്, അവിടെയും വേദനയാണ്. തല ഉയർത്തി വെച്ചാലും വേദന. അത് അനുഭവിച്ചാൽ മാത്രമേ അത് പറ്റൂ. അപ്പം ഈ ഫൈബ്രോമയാൾജി എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ കുട്ടി പറഞ്ഞു ഫൈബ്രോമയാൾജിയാണ്. ഞാൻ ചോദിച്ചു എന്താ ലക്ഷണം, എന്തൊക്കെയാ ബുദ്ധിമുട്ട്? അപ്പോൾ കുട്ടി കരയാൻ തുടങ്ങി. കരയാൻ തുടങ്ങിയപ്പോൾ ഞാനിത് പറഞ്ഞു 2 മിനിറ്റ് കൊണ്ട് ഇത് മാറും. കൂടെ നിൽക്കുന്നവരെ ഒന്ന് പുറത്തേക്ക് ഇറക്കി ആ കുട്ടിയുടെ രോഗം മാറ്റി. എന്താണ് ചെയ്തത്? ശ്വാസം ഒന്ന് നേരെയാക്കി കൊടുത്തതേ ഉള്ളൂ. അതായത് നമുക്ക് ഇപ്പോൾ തൂങ്ങിച്ചാവാൻ ശ്രമിക്കുന്ന വ്യക്തികൾ, അവരുടെ ശരീരത്തൊക്കെ മുറിവ് കണ്ടിട്ടുണ്ടോ? ഈ ശ്വാസമൊക്കെ അങ്ങോട്ട് മുറുകി കഴിയുമ്പോൾ ഒരു ശരീരം മാന്തിപ്പറിക്കും. അതെന്താ കാരണം? നമുക്ക് ശ്വാസം കയറിയില്ലെങ്കിൽ അസാധ്യമായ വേദന നമ്മുടെ ശരീരത്തിലേക്ക് വരും. ഒരു വ്യക്തി എടുക്കേണ്ട ശ്വാസത്തിന് ഒരളവുണ്ട്. ഓക്സിജൻ അത്ര നല്ല സാധനമൊന്നും അല്ല. അമിതമായിട്ട് വലിച്ചെടുത്താൽ ശരീരത്തിന് ദോഷമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. എൻ്റെ മുമ്പിൽ വന്ന കുട്ടി അതിൻ്റെ ശ്വാസം, അതിന് ഉൾശ്വാസ അടങ്കൽ എന്നൊരു പ്രയോഗമുണ്ട്. ആ ഉൾശ്വാസ അടങ്കൽ ചെയ്താൽ ആ പരിചയപ്പെടാനെടുക്കുന്ന ഒരു 10 മിനിറ്റും ആ അടങ്കൽ ചെയ്യാനെടുക്കുന്ന ഒരു ക്ഷണനേരവും കൊണ്ട് ഒരു സുഖപ്പെടും. ആ കുട്ടി ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് ഗുരുകുലത്തിലെ ഡയറ്റീഷ്യനായിട്ട് പ്രവർത്തിക്കുന്ന ആ കുട്ടി. അപ്പം ഈ പിന്നീടാണ് ഗുരുകുലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മാളവിക, ഒരു ബാംഗ്ലൂർ ഒരു ഗവേഷക വിദ്യാർത്ഥിയാണ്. അവർ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്നെ മാമ എന്നാ കുട്ടി വിളിക്കുന്നത്, മാമ ഇതെന്താ ഈ ഫൈബ്രോമയാൾജിയ, ഇങ്ങനെയൊക്കെ നമ്മൾ സുഖപ്പെടുമോ? അപ്പോൾ ഇതിനകം നമ്മളുടെ ശേഷം വന്ന ഫയലുകളൊക്കെ നമ്മളുടെ ഒപ്പം നിൽക്കുന്നവർ ഫൈബ്രോമയാൾജിയ കേസുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാൻ തുടങ്ങി. 76 ഫൈബ്രോമയാൾജിയ കേസുകൾ വന്നു. ഈ മാളു ഇതെല്ലാം എടുത്ത് പഠിച്ചു കഴിഞ്ഞപ്പോൾ 42 എണ്ണം സുഖപ്പെട്ടു, ബാക്കി സുഖപ്പെട്ടില്ല. ഈ സുഖപ്പെട്ടവരെ ഫോണിൽ വിളിച്ച് നേരിൽ കണ്ടുമൊക്കെ സംസാരിച്ച് അതിനെക്കുറിച്ച് 3 പ്രബന്ധം മാളവികയുടേതായിട്ട് വന്നിട്ടുണ്ട്. മറ്റ് ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാളവികയൊക്കെ പറയുമ്പോഴാണ് ഇത് ഇത്ര ഭീകരനാണെന്ന് ഞാൻ അറിഞ്ഞത്. 2008 അത്ര ഇതിന് പേരുണ്ടാക്കുന്നത്. ഫൈബ്രോമയാൾജി എന്നുള്ള പേര് സൈക്കാട്രിക് മെഡിസിനുകളാണ് അതിന് കൊടുക്കുന്നത്, സ്റ്റിറോയിഡുകളും ഒക്കെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ മറ്റ് ചിലരുടെ രോഗങ്ങൾ മറ്റ് ചില കാരണങ്ങളും ഉണ്ട്. പേശിവാദം എന്ന് ആയുർവേദം ഒക്കെ വിളിക്കുന്ന ഒരവസ്ഥയുണ്ട്. മർമ്മചികിത്സയിലും അതിനെ പേശിവാദം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ചിലർക്ക് പേശിവാദമാണ്, മസിൽസിൻ്റെ അകത്തുണ്ടാകുന്ന പ്രശ്നം കൊണ്ടാണ്. ഈ ശ്വാസം കയറാതെ വരുന്ന അവസ്ഥയാണ് ഏറ്റവും വലുത്. ചില ദിവസങ്ങളിൽ മാത്രം അതൊന്ന് കുറഞ്ഞു നിൽക്കും, പിന്നെ അതങ്ങ് കൂടും. അപ്പോൾ ഇതിനോടുള്ള കാഴ്ചപ്പാടാണ് നമ്മളുടെ വ്യത്യാസപ്പെടുന്നത്. കാഴ്ചപ്പാട് വ്യത്യാസപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ വാക്കിൻ്റെയൊക്കെ പുറകിന് പോയാൽ എങ്ങും എത്തത്തില്ല. പക്ഷെ അവർ പറയുമ്പോൾ, അവരെ കേൾക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് അതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇത് മാത്രമല്ല, നിരവധി
ഈ ആധുനിക ശാസ്ത്രം പറയുന്ന പേരുകളുള്ള രോഗങ്ങൾ. നമുക്കിതിനെ നമ്മുടെ കാഴ്ചപ്പാട് മറ്റൊരു രീതിയിലാണ്. ഉദാഹരണത്തിന് അവാസ്കുലർ നെക്രോസിസ് എന്ന് പറയുന്ന ഒരു രോഗം AVN എന്ന് വിളിക്കും. ഞാനിത് മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു കുട്ടി ദുബായിൽ ജോലി ചെയ്യുന്നൊരു കുട്ടിയാണ്. അവൻ ഈ രോഗവുമായിട്ട് വീട്ടുകാർ അങ്ങനെ അവനെ താങ്ങി പിടിച്ച് എടുത്തുകൊണ്ട് വരിക. നടക്കാനൊന്നും കഴിയില്ല. കളരിയുടെ ഉള്ളിലേക്ക് അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ്. ഈ ആകാശ് നല്ല നമുക്ക് കാണുമ്പോൾ സ്നേഹം തോന്നുന്ന ഒരു കുട്ടി. അവൻ അവിടെ ദുബായിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ്. BTech ഒക്കെ കഴിഞ്ഞ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. 2 കാലും തറയിൽ കുത്താൻ വയ്യ. അപ്പോൾ ഇയാളുടെ അച്ഛനാണോ അമ്മയാണോ എന്നറിയില്ല, മുമ്പ് വന്ന് നടുവേദനയ്ക്കൊക്കെ ചികിത്സിച്ചിട്ടുണ്ട്, പരിചയമുണ്ട്. അപ്പോൾ അവരാദ്യം വന്ന് കരഞ്ഞു, ഡോക്ടറെ എന്നൊക്കെ വിളിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഡോക്ടറൊന്നുമല്ല. അപ്പോൾ അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ കൊണ്ടുവന്നു. അവൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, കാല് തറയിൽ കുത്താൻ പറ്റുന്നില്ല. അപ്പോൾ അവനെ നമ്മുടെ കളരിയിൽ ഇങ്ങനെ കിടത്തി ഒക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. ഞാനത് ഇപ്പോൾ ഇവിടെ വെച്ച് പറയുന്നില്ല അതിൻ്റെ കാരണം ചിലതൊക്കെ ചിലരുടെ രഹസ്യമാണ്. ഒരു കാലിൻ്റെ ജോയിൻറ്റിലുള്ള ഒരു മർമ്മത്തിൽ നീര് കെട്ടിക്കിടക്കുകയാണ്. അത് മാറാൻ ക്ഷണനേരം മതി. പക്ഷെ ഞാൻ അവനോട് കുറച്ച് നേരം സംസാരിച്ചു. എനിക്ക് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ്റെ ഉള്ളിൽ ഒരു വൈദ്യനിരിപ്പുണ്ട്. അവൻ്റെ ഉള്ളിൽ ഒരു വൈദ്യനിരിപ്പുണ്ട്. ഞാൻ അവനോട് ചോദിച്ചു, നിന്നെ ഞാൻ ഇപ്പോൾ സുഖപ്പെടുത്തിയാൽ നിന്നെ സുഖപ്പെടുത്തുന്ന ഈ ശാസ്ത്രം നീ പഠിക്കുമോ? അപ്പം അവൻ ആ വേദനയെ പറഞ്ഞ് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, സുഖപ്പെടുത്തിയാൽ മതി. സുഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ ഈ കാലിൻ്റെ ജോയിൻറ്റിൻ്റെ ഭാഗത്തായിട്ട് നമ്മളുടെ സമ്പ്രദായം അനുസരിച്ച് ഒരു 30 ഡിഗ്രി ആംഗിൾ കണക്കാക്കുന്ന രീതിയിൽ 2 വശത്തായിട്ട് 6 മർമ്മങ്ങളുണ്ട്. അതിൻ്റെ മധ്യഭാഗത്തായിട്ടുള്ള ആ മർമ്മത്തിലാണ് നീര് കെട്ടിയിരിക്കുന്നത്. ആ നീര് എങ്ങനെ മാറ്റണം എന്നും ഈ അറിവിനകത്ത് പറയുന്നുണ്ട്. ആ നീര് മാറ്റിക്കൊടുത്തു. ഈ കുട്ടി അപ്പം തന്നെ എഴുന്നേറ്റ് അപ്പം തന്നെ നടന്നു. ഇത് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ രസമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ അപ്പം തന്നെ അവിടെ പടി കയറി ഓടി തിരിച്ചു വന്നിട്ട് ഇന്നും അവൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ അടുത്ത ആഴ്ച തന്നെ തിരിച്ചു പോയി ജോലി രാജിവെച്ച് തിരിച്ച് കളരിയിൽ വന്നു. തൃശ്ശൂരുള്ള കുട്ടിയാണ്, ആമ്പല്ലൂർ സ്ഥലം. അവൻ കളരിയിൽ വന്നു, കളരിയിൽ ജോയിൻ ചെയ്തു. കളരി പഠിക്കാനും ഒക്കെ ആയിട്ട് അവന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ അവൻ അത് വ്യായാമത്തിലൂടെയും നിരന്തരമായ മറ്റ് ചില ആയുർവേദത്തിൻ്റെ ചികിത്സകൾ, മർമ്മം അവിടെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്തു. പിന്നെ നമ്മുടെ ആയുർവേദ ഡോക്ടർമാർ പറയാതെ വയ്യ, ആയുർവേദത്തിലെ അത്ഭുതകരമായ പല കാര്യങ്ങളുണ്ട്. ഈ കുട്ടിയിൽ ഡോക്ടർമാർ ചെയ്തത് വസ്ത്യ. എന്തായാലും അവൻ്റെ ആ ഹിപ്പിൻ്റെ ആ പ്രശ്നം ഏകദേശം മാറി. അവന് ഇപ്പോൾ എൻട്രൻസ് എഴുതി പാസ്സായി നങ്ങേൽ ആയുർവേദ കോളേജിൽ ആയുർവേദം പഠിക്കുക. ഏകദേശം 1.5-2 ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല ഈ രോഗത്തിൻ്റെ ഈ പേരും ആ കാര്യം എന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം ഇങ്ങനെ ഈ പറഞ്ഞ ആകാശിനെ പോലുള്ള തലമുറയിലേക്ക് ഗുരുക്കൾ ഇതൊക്കെ പകർന്നു കൊടുക്കുന്നുണ്ടോ? ഈ പഠിച്ചതും അറിഞ്ഞതും എക്സ്പീരിയൻസ് ചെയ്തവരും. കാരണം ഗുരുക്കളോടുകൂടി ഇത് നിന്ന് പോകാൻ പാടില്ലല്ലോ, നമുക്ക് ഇനിയാണെങ്കിലും അടുത്ത തലമുറയ്ക്ക് കൊടുക്കണമല്ലോ. ഈ ആരെയും പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് ഇതിൻ്റെ. അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടർ പാർത്ഥസാരഥി കോന്നിയിലുള്ളൊരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇതേപോലെ വളരെ ഗുരുതര രോഗം ബാധിച്ചൊരു സ്ത്രീയെ
ചികിത്സിച്ച് സുഖപ്പെടുത്തിയിരുന്നു. അവർ പറഞ്ഞു കേട്ട് ഈ ഗുരുകുലത്തിനെ കുറിച്ചൊക്കെ അറിഞ്ഞ് ഈ പാർത്ഥസാരഥി ഇവിടെ വന്ന് ഇത് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി പഠിപ്പിക്കാം, നിന്നോളൂ. അപ്പോൾ അടുത്ത പ്രശ്നം എന്താണെന്ന് അറിയും, ഒരു കാര്യം ചെയ്യുമ്പോൾ 10 ചോദ്യം ചോദിക്കും, ഇതെന്തുകൊണ്ടാണ്. അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പഠിപ്പിക്കാൻ പറ്റുന്നത്, ഒരാളല്ല കേട്ടോ. അവിടെ നമ്മുടെ കളരിയിൽ ഒരു രാഹുലുണ്ട്. രാഹുൽ പാലക്കാട് കാരനാണ്. രാഹുൽ ഇവിടെ വന്നപ്പോൾ രാഹുലിൻ്റെ മുട്ട് തകരാറായിട്ടാണ്. അന്ന് രാഹുൽ ബിടെക് അവസാന വർഷ വിദ്യാർത്ഥിയാണ്. അപ്പം ഇതേപോലെ രാഹുലിൽ ഒരു വൈദ്യൻ ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ രാഹുലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഡാ നീ ഇവിടെ നിൽക്കി. രാഹുൽ പറഞ്ഞാൽ ഒന്നും എനിക്ക് പറ്റത്തില്ല, എനിക്ക് പഠിക്കണം, ഗൾഫിൽ പോകണം. ശരി, രാഹുൽ പോയി. എംടെക് കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത മുട്ട് തകരാറിലായി, അപകടം പറ്റിയതാണ്. പിന്നെ വന്ന രാഹുൽ പോയില്ല. രാഹുൽ ഇതേപോലെ ഈ നേരത്തെ പറഞ്ഞ ആ കുട്ടിക്കൊപ്പം എൻട്രൻസ് എഴുതി, മെറിറ്റിൽ, അത് ഒറ്റ മാസത്തെ പരിശ്രമം കൊണ്ട് എൻട്രൻസ് എഴുതി അതേ കോളേജിൽ അവൻ പഠിക്കുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നവരെയും നമ്മളെ അന്വേഷിച്ച് വരുന്നവർക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കും. യോഗ്യതയില്ലാത്ത ചിലരെ ചെവിക്ക് പിടിച്ച് എടുത്തു കളഞ്ഞിട്ടുമുണ്ട്. യോഗ്യതയില്ലാത്ത പലരും നമ്മളുടെ കൂടെ കൂടും. അവരെ യോഗ്യതയില്ല എന്ന് തോന്നിയാൽ ചെവിക്ക് പിടിച്ചെടുത്ത് കളയും. പഠിക്കണം, ഈ കാര്യം പരീക്ഷിച്ച് അറിഞ്ഞ് പഠിക്കണം എന്നുള്ളവരെ നമ്മളെപ്പോഴും സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇതിന് ഫീസൊന്നും വാങ്ങില്ല എന്നുള്ളതാണ്. ഗുരുകുലത്തിൽ തന്നെ നിന്ന് ഇത് കണ്ട് അറിഞ്ഞ് പരിശീലിച്ച് പഠിക്കണം. അതെ. അപ്പം ഇത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്നത് കൂടുതൽ കൂടുതൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യം തെളിഞ്ഞു വരും. നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ ഇവർ ചോദിക്കുമ്പം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇത് കൂടുതൽ നമ്മൾ കൃത്യതയോടുകൂടി ഉപയോഗിക്കും. അപ്പോൾ ഇത് ഒരു വൈദ്യനോ ഡോക്ടറോ ചെയ്യുന്ന പ്രവൃത്തിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇവിടെ നിലവിലുണ്ടായിരുന്ന ഒരു പാരമ്പര്യം, യഥാർത്ഥത്തിൽ ആയുർവേദത്തിൻ്റെ അടിസ്ഥാനം പോലും തന്ത്രശാസ്ത്രത്തിൽ നിന്നാണ്. തന്ത്രം എന്ന് പറയുമ്പോൾ ഈ അമ്പലത്തിൽ പോയിരുന്ന് മണിയടിച്ച് പൂജ ചെയ്യുന്ന അതല്ല, ഇത് വലിയൊരു ദർശനമാണ്. തന്ത്രം എന്ന് പറയുന്നത് ഭാരതത്തിലെ എല്ലാ വിദ്യകളുടെയും, ഇപ്പോൾ വാസ്തുവിദ്യ, ആർക്കിടെക്ട്, ഇതിൻ്റെ മുതൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിരുന്ന വിദ്യയാണിത്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ, ഈ സംഭാഷണത്തിൻ്റെ സംക്ഷിപ്തം എന്ന് പറഞ്ഞാൽ, ഗുരുക്കളെ എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ, പുറകിലുള്ള നിരവധി വ്യക്തികളുടെ അറിവ് ഒരു മാല പോലെ കോർത്ത് നമ്മളുടെ കയ്യിലേക്ക് വന്നതാണ്. അത് ഉപയോഗപ്പെടുത്തും. ഇത് ഉപയോഗപ്പെടുത്തുമ്പോൾ ഇപ്പോൾ പെരുമ്പാവൂർ പോലുള്ള സ്ഥലത്ത് ഈ വിദ്യ കൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം, പെരുമ്പാവൂർ പോലുള്ള ഒരു സ്ഥലത്ത് ഏതാണ്ട് 120 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സംരംഭകനും കൂടെ ആയിത്തീരാൻ ഈ ഗുരുകുലം എന്ന് പറയുന്നത്. അവിടെ കുറച്ച് പേര് വരുന്നു, ചികിത്സിക്കുന്നു, ആ കാശ് ഞാൻ കൊണ്ടുപോകുന്നു. അങ്ങനെയല്ല, ആർക്കും വന്നൊരു തൊഴിൽ അന്വേഷിച്ച് വരാൻ പറ്റുന്ന ഒരു ഇടവും കൂടെ ആയിട്ടുണ്ട്. ആദ്യമൊക്കെ വരുന്നവരൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളവരെ മാത്രമാണ് എടുക്കുന്നത്. ഇപ്പോഴും 25ഓളം തൊഴിലവസരങ്ങൾ ഗുരുകുലത്തിലുണ്ട്. അപ്പോൾ ഒരു വിദ്യ നമുക്ക് കിട്ടുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. കേവലം ആൾക്കാരെ സുഖപ്പെടുത്തുക, ചികിത്സിക്കുക എന്നുള്ളത് മാത്രമല്ല, കലയുടെ മേഖലയിൽ ഈ വിദ്യ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ആയുർനടനം എന്നൊരു പ്രോഗ്രാം നമുക്കുണ്ട്. ആ പേരിനകത്തുണ്ട് ആയുർ നടനം. ഈ നർത്തകർ, വലിയ കഴിവുള്ള നർത്തകർ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ അവരുടെ ശരീരത്തിനെ ശ്രദ്ധിക്കാതെ വരും. മസിലുകളൊക്കെ വീക്കായി പോകും, പല പ്രശ്നങ്ങൾ വരും.
ഭാരം വർദ്ധിക്കും. ഇവർക്ക് പിന്നീട് നൃത്തം ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ അവർ പിന്നെ വളരെ നിരാശരായി ഈ കലയുടെ മേഖല തന്നെ വിടും. അങ്ങനെയുള്ളവരെ ഈ വിദ്യ ഉപയോഗിച്ച് സുഖപ്പെടുത്തിയിട്ടുണ്ട്. വെറുതെ കുറച്ച് എണ്ണയിട്ട് തിരുമുകയോ അല്ലെങ്കിൽ അങ്ങനെയല്ല. കാരണം നൃത്തത്തിനും ഈ തന്ത്രത്തിൻ്റെ തന്നെയാണ് പശ്ചാത്തലം. ഇത് സഹോദര വിദ്യകളാണ് ഇതെല്ലാം. എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞടാ, കളരിയെക്കാട്ടിൽ നിൻ്റെ അഭ്യാസത്തിനെക്കാട്ടിലൊക്കെ വലുതാണ് അവരുടെ ശരീരചലനങ്ങൾ. ഒരു കളരി അഭ്യാസിയുടെ ചലനത്തിനെക്കാട്ടിൽ മികച്ചതാണ് ഒരു നർത്തകിയുടെ ശരീരചലനങ്ങൾ. അപ്പം ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധം മനസ്സിലായാൽ മാത്രമേ 2 മിനിറ്റോ 5 മിനിറ്റോ എന്നൊക്കെ പറയുന്ന ആ അവസ്ഥയിൽ സുഖപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ സുഖപ്പെടുത്തിയിട്ട് ഏകദേശം നമ്മുടെ ഈ ആയുർനടനം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രമുഖരായ വ്യക്തികളെ അവരുടെ 2ാം അരങ്ങേറ്റം നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇപ്പം 4 ആയുർനടനം നടത്തി. കലയുടെ വളർച്ചയ്ക്ക് വേണ്ടി മോഹിനിയാട്ടത്തിൻ്റെ വർക്ക്ഷോപ്പുകൾ, മോഹിനിയാട്ടം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. അത് ഈ ശ്രീചക്രവും തന്ത്രശാസ്ത്രവും ഒക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒന്നാണ് ഈ മോഹിനിയാട്ടം. അത് കായംകുളത്തെ ശ്രീചക്രത്തിൻ്റെ കഥയുമായിട്ട് മോഹിനിയാട്ടത്തിൻ്റെ ഉത്ഭവത്തിന് ബന്ധമുണ്ട്. അപ്പോൾ ഈ നൃത്ത രംഗത്തെ ഇവരെ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നത് കൂടാതെ വലിയ ഫെസ്റ്റുകളൊക്കെ അവിടെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ശ്രീമോഹന നടനം എന്നൊരു ഫെസ്റ്റ് 2025 ഫെബ്രുവരി 2-ാം തീയതി നടത്തി. ഏകദേശം ഭാരതത്തിലെ എല്ലാ സംസ്ഥാനത്തെയും പ്രധാനപ്പെട്ട നൃത്ത രൂപങ്ങൾ അവിടെ വന്നു. അത് ചിത്ര ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് വളരെ ചിത്ര സുകുമാരൻ എന്ന് പറഞ്ഞിട്ടൊരു നർത്തകിയുണ്ട്. അവർ ഇതിനു വേണ്ടി വളരെ സമർപ്പണം ചെയ്ത ഒരു വ്യക്തിയാണ്. അവരുടെ കൂടെ സഹായത്തോടു കൂടിയിട്ടാണ് അത് ചെയ്തത്. ആ പരിപാടിക്ക് ശേഷം ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് 2027 ത്രൈലോക്യമോഹനം എന്ന് പറഞ്ഞിട്ട് ലോകത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള ഭാരതീയ നൃത്തം ചെയ്യുന്നവരെ, അതായത് ഇന്ത്യക്കാരല്ലാത്തവരെ കൊണ്ടുവന്നിട്ട് ഈ നൃത്തം ചെയ്യിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരു ഫെസ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ അനുപമയുടെ ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് എപ്പോഴും നല്ല ചോദ്യമാണ് മറുപടികളെ സൃഷ്ടിക്കുന്നത്. ഗുരുകുലം എന്ന് പറയുന്നത് ഒരു ചികിത്സ നടത്തുന്ന ഒരു ഹോസ്പിറ്റൽ മാത്രമല്ല. നിങ്ങളുടെ ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്ക് കയറി വരാൻ പറ്റുന്ന ഒരു ഇടമാണത്. അങ്ങനെ കയറി വരുമ്പോൾ ഉണ്ടാകുന്ന എന്ത് റിസ്ക്കും എന്ത് ബുദ്ധിമുട്ടുകളും ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കും. കേവലം ചികിത്സയ്ക്കപ്പുറത്തേക്ക് ജീവകാരുണ്യപരമായ സമീപനം, സർഗാത്മകമായ പ്രവൃത്തികൾ, ഇതൊക്കെയാണ് പെരുമ്പാവൂരെ ശ്രീസ്വാമി വൈദ്യഗുരുകുലം. 2 മിനിറ്റ് കൊണ്ട് സുഖപ്പെടും എന്നുള്ള ആ ഒരു വാചകത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് പേരുടെ പ്രയത്നം ആണ് ശ്രീസ്വാമി വൈദ്യഗുരുകുലം. ഇതൊക്കെ അനുപമ നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് ഇത് പറയുമ്പോൾ അനുപമയ്ക്കത് മനസ്സിലാവും.